എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ വിവാഹം ചെയ്യാൻ, അത് പുരുഷനോ സ്ത്രീയോ ആകട്ടെ, അവരെ വിവാഹം ചെയ്യാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. വിശ്വാസമുള്ളവർ മാത്രം കാണുക. കാരണം ഈ ഒരു മന്ത്രം ഉറപ്പായിട്ടും നിങ്ങൾ ആരെയാണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആരെയാണോ സ്നേഹിക്കുന്നത് ആ ഒരു വ്യക്തിയുമായുള്ള നിങ്ങളുടെ വിവാഹം, വീട്ടുകാർ എതിർപ്പുള്ളതാണെങ്കിൽ എതിർപ്പുകൾ മാറി ആ ഒരു വിവാഹം നടക്കുന്നതിന് നിങ്ങളെ പൂർണ്ണമായിട്ടും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടൊരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരികെ വരാനും ഈ ഒരു മന്ത്രം നമുക്ക് ഉപകാരപ്പെടും. രണ്ട് വ്യക്തികൾക്കിടയിൽ ശാശ്വതമായ സ്നേഹം ഉറപ്പാക്കാനും പ്രണയത്തിൻ്റെ പാതയിലെ എല്ലാ തടസ്സങ്ങളും നീക്കി പ്രണയികളെ ഒന്നിപ്പിക്കാനുമാണ് ഈ ഒരു മന്ത്രം നമ്മൾ ചൊല്ലുന്നത്. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞവർക്കും ഈ ഒരു മന്ത്രം ഉപകാരപ്പെടും. ദമ്പതികൾക്കിടയിലെ സ്നേഹവും പ്രതിബദ്ധതയും ഉറപ്പാക്കാൻ വേണ്ടിയും അവരുടെ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനും കൂടുതൽ ഐക്യവും സമാധാനവും സന്തോഷം സൃഷ്ടിക്കാനും സഹായിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇനി മന്ത്രത്തിലേക്ക് പോകാം. ഇതാണ് ആ മന്ത്രം. കേശവി കേശവരാധ്യ കിശോരി കേശവസ്തുത രുദ്രരൂപ രുദ്രമൂർത്തി രുദ്രാണി രുദ്രദേവത. കേശവി കേശവരാധ്യ കിശോരി കേശവസ്തുത രുദ്രരൂപ രുദ്രമൂർത്തി രുദ്രാണി രവ. അപ്പോൾ ഇതാണ് ആ ഒരു മന്ത്രം. ഇത് ദിവസേന ഒരു 9 പ്രാവശ്യമെങ്കിലും ചൊല്ലണം. അതിപ്പോൾ നമുക്ക് സമയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ എപ്പോഴെങ്കിലും വിളക്ക് വയ്ക്കുന്ന ടൈമിലോ അല്ലെന്നുണ്ടെങ്കിൽ ശുദ്ധമായിട്ടുള്ള ഏത് സമയത്ത് വേണമെങ്കിലും ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാം. 9 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. അപ്പോൾ ഇത് രാധാകൃഷ്ണ മന്ത്രമാണ്. അതുപോലെ ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി ചൊല്ലിയാൽ 21 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫലം കിട്ടും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കൂ. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.